വെൽക്കം ടു കുഞ്ഞിയടുക്കള. അപ്പോൾ ഇന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ലഞ്ചിന്റെ പ്രിപ്പറേഷൻ ആണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ചെറിയ ഉള്ളിയും പരിപ്പും മാത്രം വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ സാമ്പാറാണ്. കടകളൊന്നും ഇല്ലാത്ത ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സാമ്പാറിന്റെ റെസിപ്പിയാണ്. പിന്നെ ഞാൻ നേന്ത്രക്കായ വെച്ചിട്ടുള്ള ഒരു ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഉണക്കമാന്തൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നാട്ടിലൊക്കെ വരുമ്പോഴാണ് ഉണക്കമീൻ കഴിക്കാറുള്ളത്. ഇപ്പൊ പെട്ടെന്ന് കടയൊക്കെ അടയ്ക്കും എന്നുള്ള ഒരു റൂമർ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് കുറച്ച് ഉണക്കമീൻ വാങ്ങിപ്പിച്ചതാണ്. അപ്പൊ ആദ്യം നമുക്ക് ഈ ഉണക്കമീൻ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം, അതിന്റെ ഉപ്പൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾ എപ്പോഴും ഉണക്കമീൻ കഴിക്കുന്ന ആൾക്കാരൊന്നും അല്ല, വല്ലപ്പോഴും കൊതി തോന്നുമ്പോൾ മാത്രമേ ഉണക്കമീൻ കഴിക്കാറുള്ളൂ. അത്ര മതിയാവും. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിത് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഇടാം, ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് പോയിക്കിട്ടിട്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ പരിപ്പ് ഞാൻ 1 മണിക്കൂർ ഒന്ന് കുതിർത്ത് വെച്ചതാണ് കേട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടാൻ. അതുപോലെ തന്നെ പരിപ്പ് വേവിക്കുമ്പോൾ വെന്തങ്ങ് കുഴഞ്ഞു പോകരുത് കേട്ടോ. പരിപ്പൊന്ന് കടിക്കുന്ന മാതിരി ഉള്ള പാകത്തിന് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിത് ഒരു 2 വിസിലാണ് വെക്കുന്നത്. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഉള്ളിയിട്ട് ഒന്നുകൂടെ ഒന്ന് പരിപ്പ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 വിസിൽ വെച്ചിട്ട് ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ആ പരിപ്പ് വേവുന്ന സമയം കൊണ്ട് വാഴയ്ക്ക നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പൊ ഞാൻ ഇതിന്റെ തോലൊന്നും എടുക്കാറില്ല കേട്ടോ. ഈ വാഴയ്ക്കയുടെ ഈ നരമ്പ് മാത്രം ഇതേപോലെ ഒന്ന് ചെത്തിക്കളയും. അപ്പൊ ഇത് 4ആയിട്ട് ഇതേപോലെ കീറിയിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടാൽ മതി. ഒരുപാട് അങ്ങ് കനത്തിൽ അരിയണ്ട കേട്ടോ. അതേപോലെ തന്നെ ഒരുപാട് അങ്ങ് കനം കുറച്ചും അരിയല്ലേ. ഇത് ഈ ഒരു പാകത്തിന് അരിഞ്ഞെടുത്താൽ മതി. ഇപ്പം ഞങ്ങളുടെ ക്വാറന്റൈൻ വന്നിട്ട് ഇന്നേക്ക് 8ാമത്തെ ദിവസമാണ്. അപ്പം വീട്ടിലൊന്നും ആരും വന്നിട്ടൊന്നുമില്ല. പിന്നെ നമ്മളെ ഇന്നും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് സുഖകരമൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ കൗൺസിലർ ഓഫീസിൽ നിന്നും വിളിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. ഇപ്പം ഞാൻ വാഴയ്ക്കെല്ലാം അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നേരം വെള്ളത്തിൽ തന്നെ കിടക്കട്ടെ, ഇതിൻ്റെ കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പരിപ്പ് 2 വിസിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് വെന്ത് കിട്ടിയാൽ മതി. ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കുന്ന ആ ഒരു പാകം. പിന്നെ നമുക്ക് ആ ഉള്ളിയും കൂടെ ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഉള്ളി ഇതിപ്പോൾ പരിപ്പ് ഒന്ന് നല്ലപോലെ ഒന്ന് വെന്തത് കൊണ്ട് നമുക്ക് ഉള്ളി ഒന്ന് പകുതി വേവായതിനു ശേഷം ഈ പരിപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പരിപ്പ് ഇനി കുറച്ചുകൂടെ ഒന്ന് നല്ലപോലെ വേവണം എന്നുണ്ടെങ്കിൽ ഉള്ളിയും പരിപ്പും കൂടെ ഒരുമിച്ചിട്ട് നമുക്ക് കുക്കറിലല്ല കേട്ടോ, വേറെ പാത്രത്തിൽ വേവിച്ചെടുക്കണം. അപ്പം ഞാൻ ചെറിയ ഉള്ളി ഇതേപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് അരിഞ്ഞു കൊടുക്കണം. ഇതൊരു 10-15 ചെറിയ ഉള്ളി ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എടുക്കുന്ന പരിപ്പിനനുസരിച്ചും കറി എത്ര വേണ്ടുന്നതിനനുസരിച്ചും ചെറിയ ഉള്ളി എടുക്കുക. അപ്പം ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു പകുതി മുക്കാലും വെന്ത് കഴിഞ്ഞതിന് ശേഷം പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം വാഴയ്ക്ക നന്നായിട്ട് ഒരു 2-3 വെള്ളത്തിൽ കഴുകണം കേട്ടോ, അതിൻ്റെ കറിയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കല്ലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ വാഴക്കയും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമുക്കതെല്ലാം ഒന്ന് വേകുന്ന സമയം കൊണ്ട് കായ ഉപ്പേരിക്ക് ഒന്ന് താളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനൊരു മിക്സി ജാറിലേക്ക് 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 4-5 ചുമന്നുള്ളി, പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി. അത് ഈ തൊലിയോട് കൂടി തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടെ ഒന്ന് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മളുടെ ഉള്ളിയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പരിപ്പും ഉള്ളിയും കൂടെ ഒന്നുകൂടെ വേകട്ടെ. അപ്പോൾ നിങ്ങൾ അടുപ്പിലൊക്കെ വെക്കുകയാണെങ്കിൽ ഈ പരിപ്പും ഉള്ളിയും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് വേവിച്ചെടുത്താലും മതി. ഇങ്ങനെ സെപ്പറേറ്റ് വേവിക്കേണ്ട കാര്യമില്ല. അപ്പോൾ തുമരപ്പരിപ്പ് വേഗം വെന്ത് കിട്ടുന്നുണ്ടെങ്കിലും ഈ ഉള്ളിയും തുമരയും കൂടെ ഒരുമിച്ച് വെച്ചാലും മതി. ഇനി ഒന്നുകൂടെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പം നമുക്ക് ഈ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മല്ലിമുളക് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാനൊരു 2 ടീസ്പൂൺ മുളക് പൊടി പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിന് അനുസരിച്ച് മുളക് പൊടി എടുക്കാം. അതേപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ പൊടി ഒന്ന് മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പരിപ്പ് ഉള്ളിയെല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് തക്കാളി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുളി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. സാമ്പാർ പൊടി ഒന്നും ചേർക്കണ്ട കേട്ടോ. ഈ മല്ലി മുളകും കായത്തിൻ്റെ പൊടിയും ഉലുവാപ്പൊടി ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഉപ്പും പുളിയൊക്കെ ഉണ്ടോയെന്ന് ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഉലുവയുടെ പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഉലുവാപ്പൊടി ഇല്ലെങ്കിൽ നമ്മൾ താളിക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവയൊന്ന് പൊട്ടിച്ചാൽ മതി. അപ്പം കറി നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. തിക്കായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം
വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ ഈ കറി ഒന്ന് തിക്കായിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളമല്ല, ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു പാകം മതിയാകും. ഇനി ഇതൊന്ന് നന്നായിട്ട് ഒന്നുകൂടെ തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മളുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു പാകം മതിയാകും. അപ്പോൾ ഇത് വാങ്ങി വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് താളിച്ച് ചേർക്കാം. അപ്പോൾ ഞാൻ താളിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ എണ്ണ എന്തായാലും മതിയാകും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2-3 കഷ്ണം ചുവന്നുള്ളിയും ഒരു 2 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉള്ളി മുളകൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ വാഴക്കായും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്തങ്ങ് കുഴഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് താളിച്ച് ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി എണ്ണയൊന്നും വേണ്ട, ഒരു 1-1.5 ടീസ്പൂൺ എണ്ണ മതിയാകും. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരുന്ന വറ്റൽമുളകും ഉള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കായ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് നേരം ഇതിൽ തന്നെ കിടന്ന് ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഈ മുളകെല്ലാം കായലൊന്ന് പിടിക്കുന്നിടം വരെ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഒരു സിമ്മിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ കായ ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്. ഈ താളിച്ചതിന് ശേഷം ഒരു 5-6 മിനിറ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ എരിവൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കും. അപ്പോൾ ഇനി ഇത് വാങ്ങി വെച്ചിട്ട് നമുക്ക് ഉണക്കൽ വറുത്തെടുക്കാം. അപ്പോൾ ഇതേ സെയിം പാനിൽ തന്നെയാണ് ഞാൻ ഉണക്കലും വറുത്തെടുക്കുന്നത്. വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ഉപ്പേരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതേ സെയിം പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഉണക്കലിനൊന്നും ഒരുപാട് എണ്ണ വേണ്ട. ഇപ്പം ഞാൻ ഉണക്കമീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് പുരട്ടി വെച്ചിരുന്നതാണ്. അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറ് വയ്ക്കാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് 1-2 തിളയ്ക്കുമ്പോഴേ നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ. അപ്പം മീൻ ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ സിമ്പിൾ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. പൊന്നിയരി ചോറ്, അതേപോലെ തന്നെ നമ്മളുടെ സിമ്പിൾ ആയിട്ടുള്ള സാമ്പാർ, അതേപോലെ നല്ല ടേസ്റ്റിയുമാണ്. പിന്നെ നമ്മളുടെ വാഴയ്ക്ക ഉപ്പേരി, മാന്തൾ വറുത്തത്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് വിളമ്പാം. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് ലഞ്ച് വ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്